ചുംബനം നൽകുവാനോ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നിത്യജീവൻ എന്ന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത്, സ്നേഹിത, നീ എന്തിനാണ് വന്നത് എന്നൊരു ചോദ്യം ബൈബിളിൽ ഒത്തിരി പ്രസക്തമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്കറിയാം, മത്തായി ശ്രീയുടെ സുവിശേഷം 26-ാം അധ്യായം 49-ാമത്തെ വാക്യത്തിൽ യേശു യൂദാസിനെ നോക്കി ചോദിച്ചൊരു ചോദ്യമാണ്, സ്നേഹിത, നീ എന്തിനാണ് ഇവിടെ വന്നത്? സ്നേഹമുള്ളവരെ, ഇന്നും ആ ചോദ്യം നമ്മുടെ മുന്നിൽ ഒത്തിരി ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇപ്രകാരമാണ് പറയപ്പെടുന്നത്: ലക്ഷ്യം പിഴച്ച ഒരു ശിഷ്യന്റെ ജീവിതത്തിന് മുന്നിൽ ദൈവം ചോദിച്ച ഒരു ചോദ്യം. ജീവിതത്തിന്റെ ലക്ഷ്യം പിഴച്ച ഒരു ശിഷ്യന്റെ മുന്നിൽ ദൈവം ചോദിച്ച ഒരു ചോദ്യം, സ്നേഹിത, നീ എന്തിനാണ് എൻ്റെ മുന്നിൽ വന്നത്? സ്നേഹമുള്ളവരെ, ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒത്തിരി ചോദ്യങ്ങൾക്ക് മുന്നിലാണ്. ഞാനും നിങ്ങളും പല ലക്ഷ്യം തെറ്റിയ യാത്രകൾക്കിടയിൽ ഈ ചോദ്യം നമ്മൾ മറന്നു പോകുന്നുണ്ട്. പല കുമ്പസാര കൂടുകൾക്ക് മുന്നിലും ദൈവം ചോദിക്കുന്നുണ്ട്, സ്നേഹിത, നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? നല്ലൊരു കുമ്പസാരം നടത്താനാണോ? അല്ലെങ്കിൽ ഒരു കള്ള കുമ്പസാരത്തിലൂടെ ഈ ചോദ്യം യൂദാസിനോട് ചോദിച്ച അതേ ചോദ്യം നിന്റെ മുന്നിൽ ചോദിക്കപ്പെടാനോ? ഒരു ബലിപീഠത്തിന് മുന്നിൽ ബലിയർപ്പിക്കാൻ നമ്മൾ കടന്നു ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ബലി അർപ്പിക്കപ്പെടുമ്പോഴും നമ്മളോട് ഈശോ ചോദിക്കുന്നുണ്ട്, സ്നേഹിത, നീ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ബലി അർപ്പിക്കാനോ അല്ലെങ്കിൽ പല വിചാരങ്ങൾക്കിടയിൽ ദൈവത്തെ കണ്ടുമുട്ടാനോ? സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഈ ചോദ്യം ഒന്ന് ചിന്തിക്കാം. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ക്രിസ്തു ശിഷ്യനായി മാറാൻ ഈ ചോദ്യം ഒത്തിരി അനിവാര്യമായ ഒരു കാര്യമായിട്ട് തോന്നുന്നു. യഥാർത്ഥത്തിൽ യേശു എങ്ങനെയാണ് ശിഷ്യന്മാരെ സ്നേഹിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ ഈശോ തൻ്റെ ശിഷ്യരെ സ്നേഹിച്ചിട്ടുണ്ട്. തിരുവചനത്തിന്റെ ഇടനാഴികളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് കൃത്യമായിട്ട് മനസ്സിലാകും. ഈശോ ശിഷ്യരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് വചനം പറയുന്നുണ്ട്. പോയിരുന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ദൈവം ശിഷ്യരെ തിരഞ്ഞെടുത്തത്. അപ്പൊ അതിനു മുമ്പേ ദൈവം അവനെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം, പിതാവായ ദൈവത്തിന്റെ മുന്നിൽ തൻ്റെ ഏകപുത്രൻ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എൻ്റെ കൂടെ നടക്കാൻ, എൻ്റെ ഒപ്പമായിരിക്കാൻ, ഞാൻ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കപ്പെടുവാൻ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുക്കുക. അത് പ്രാർത്ഥനയോടുകൂടിയാണ് ദൈവം തിരഞ്ഞെടുത്തത്. നമുക്കറിയാം, മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെ എങ്ങനെയാണ് ദൈവം ഈ ശിഷ്യരെ തെരഞ്ഞെടുത്തത്, എന്തിനു വേണ്ടിയാണ് ദൈവം ശിഷ്യരെ തെരഞ്ഞെടുത്തതെന്ന് സുവിശേഷം പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് തന്നോട് കൂടെ ആയിരിക്കാൻ, രണ്ടാമതായിട്ട് പ്രസംഗിക്കാൻ അയക്കുന്നതിന്, മൂന്നാമത് പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിന്. ഈ 3 കാര്യങ്ങൾക്കാണ് ദൈവം തൻ്റെ ശിഷ്യരെ തെരഞ്ഞെടുത്തത്. തന്നോട് കൂടെ ആയിരിക്കാൻ, ഞാൻ ഇവിടുന്ന് പോയാലും ഞാൻ അവരുടെ ഒപ്പമായിരുന്നാലും അവരെൻ്റെ കൂടെ ആയിരിക്കണം. ഒരു ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ വിളി, നമ്മുടെ എല്ലാവരുടെയും വിളി അത് തന്നെയാണ് സ്നേഹമുള്ളവർ, കൂടെ ആയിരിക്കാൻ. പലപ്പോഴും നമ്മൾ അവനോട് കൂടെ ആയിരിക്കാൻ നമുക്ക് സമയമില്ല. അവൻ നമ്മുടെ കൂടെ നടന്നിട്ടും അവൻ നമ്മുടെ കൂടെ വസിച്ചിട്ടും നമ്മുടെ ഉള്ളിലിരുന്നിട്ടും പലപ്പോഴും അവനോട് കൂടെ നടക്കാൻ നമ്മൾ മറന്നു പോകാറുണ്ട്. രണ്ടാമതായിട്ട് പ്രസംഗിക്കാൻ, അറിഞ്ഞവ അവൻ നമുക്ക് പങ്കുവെച്ച് തന്നവ, നമ്മുടെ ജീവിതത്തിൽ അനുഭവമായവ പ്രസംഗിക്കപ്പെടണം. അത് ആരുടെ മുന്നിലും ചങ്ക് നിവർത്തി പറയാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകണം. അവിടെയാണ് യൂദാസിനോട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിത, നീ എന്തിനാ വന്നത്? എന്നെ പങ്കുവെക്കാനാണോ? എന്നെ ഒറ്റിക്കൊടുക്കാനാണോ? എന്നെ തള്ളിപ്പറയാനാണോ? എന്നെ ഇവിടെ ഇട്ടെറിഞ്ഞു പോകാനാണോ നീ വന്നത്? സ്നേഹമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ചോദ്യമായിട്ട് വേണം. അങ്ങനെ ഈ 2 ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം തിരിച്ചറിയേണ്ടത്, തീർച്ചയായിട്ടും പിശാചുകളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം നീ അറിയാതെ തന്നെ നിന്റെ ദൈവം നിന്റെ കരങ്ങളിൽ വെച്ച് തന്നിട്ടുണ്ടാവും, നിന്റെ മനസ്സിൽ വെച്ച് തന്നിട്ടുണ്ടാവും, നിന്റെ ആത്മധൈര്യത്തിൽ അവൻ വെച്ചു തരും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ ഈശോയുടെ സ്നേഹിതനായി മാറുന്നുണ്ടോ? ഈശോ എന്നെ പ്രാർത്ഥിച്ച് നേടിയെടുത്തതാണ്. ഞാൻ ജനിക്കുന്ന അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഭൂമി ജനിക്കാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. തീർച്ചയാണ് സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ മോശ ഒരു പുറപ്പാടിന് വേണ്ടി തൻ്റെ ജനത്തെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ഈശോയാണ് ആ മോശ. ഈശോ തൻ്റെ ശിഷ്യരെ വിളിച്ചത് അവനിലൂടെ യാത്ര ചെയ്യാനാണ്. മോശ അവർക്ക് മുൻപേ യാത്ര ചെയ്തു, എന്നാൽ യേശു നമുക്ക് അവനിലൂടെ യാത്ര, അവൻ പറഞ്ഞില്ലേ, ഞാനാണ് വഴിയും സത്യവും ജീവനും. അവനിലൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ സ്നേഹമുള്ളവരെ, തീർച്ചയായിട്ടും നമുക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ വരും. നമുക്കറിയാം, നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം
9-ാം വാക്യം നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മായ്ക്കാതിരിക്കാനും ശ്രദ്ധിക്കുവൻ. മോശ തൻ്റെ ഇസ്രായേൽ ജനത്തെ ഈ പുറപ്പാട് യാത്രയിൽ കൊണ്ടുപോകുമ്പോൾ അവരെ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കുക. നിങ്ങൾ ഇത്രയും വലിയ സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ സംഭവിച്ചു. ചെങ്കടകൾ രണ്ടായി ഭേദിച്ച് നിങ്ങളുടെ യാത്രയ്ക്ക് വഴിയൊരുക്കിയ ഒരു ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. മന്നയായിട്ട് ദൈവം ഭക്ഷണമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നത് നിങ്ങൾ കണ്ടത് മറക്കരുത്. നിങ്ങൾക്കറിയാം, ഫറവോന്റെ കൊട്ടാരത്തിൽ നിങ്ങൾ അടിമകളായി ജീവിച്ച സമയത്ത് ദൈവം പല സംരക്ഷണത്തിൻ്റെയും പല അപകടത്തിൻ്റെ രൂപത്തിൽ അവൻ്റെ മുന്നിൽ വന്നത് നിങ്ങൾ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ മക്കളെ, നിങ്ങൾ അത് ജീവിതകാലത്ത് ഒരിക്കലും മറക്കരുത്. എന്നിട്ട് പറയുക, ഹൃദയത്തിൽ നിന്ന് അത് ഒരിക്കലും മായ്ച്ചു കളയരുത്. ഞാനുള്ളവരെ, ദൈവം തന്ന കൃപകൾ ഒരിക്കലും നമ്മൾ മറക്കരുത്. അവിടെ മറന്നു പോകുമ്പോഴാണ് ചിലപ്പോൾ യൂദാസിനെ പോലൊരു 30 വെള്ളി നാണയത്തിന് അവനെ ഒരു ചുംബനം കൊണ്ട് ഒറ്റുകൊടുക്കുന്ന പല മനോഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നത്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 23-24 വാക്യം യേശു ശിഷ്യരോട് പറഞ്ഞതാണ്. നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എന്നാൽ കണ്ടില്ല. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അവർ കേട്ടില്ല. അവർക്ക് കേൾക്കാൻ സാധിച്ചില്ല. സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ദൈവത്തെ കാണാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. പരിശുദ്ധ അമ്മ മുതൽ ഇന്ന് വരെ ജനിച്ച കുഞ്ഞു വരെ കാണാൻ ഭാഗ്യം കിട്ടിയവരാ ആ ജീവിക്കുന്ന ദൈവത്തെ. എന്നാൽ പ്രവാചകന്മാർ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് അവൻ വരും, എന്നാൽ അവർ കണ്ടിട്ടില്ല. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവിടുത്തെ സന്ദർശനത്തിന് അവർ പ്രശോഭിക്കും, വൈക്കോലിൽ തീപ്പൊരി പോലെ അവർ കത്തിപ്പടരും. ഈ സന്ദർശനം കണ്ടവരാണ് നമ്മൾ. എന്നിട്ട് നമുക്ക് എപ്രകാരമാണ് നമ്മൾ ഇന്ന് ബലിപീഠത്തുന്നത്? പലപ്പോഴും ബലിയർപ്പിക്കുന്ന സമയം ഞാൻ കണ്ടുപോയിട്ടുണ്ട് ചില ജനം പുറത്തു നിൽക്കുന്നത്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമാണ് ഞായറാഴ്ച. എന്നാൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ പള്ളിക്ക് പുറത്തു നിൽക്കുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് ഞായറാഴ്ചയല്ലേ സ്നേഹമുള്ളവർ? നേരം വൈകി വരാൻ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് വരാൻ എനിക്ക് പല നേരങ്ങളും സമയമാകാത്തതുപോലെയാണ്. നമ്മൾ തിരിച്ചറിഞ്ഞു നോക്കി, ആ ബലിപീഠത്തിലേക്ക് നേരം വൈകിട്ടും പുറത്തു നിൽക്കുന്ന ഒരു മകനെ നോക്കി അൾത്താരയിൽ നിന്ന് ഈശോ പറയുന്നൊരു ചോദ്യമുണ്ട്, യുവാവേ, സ്നേഹിത, നീ എന്നെ ഒറ്റിക്കൊടുക്കാനാണ് വന്നത്? നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? എന്നെ സ്നേഹിക്കാനാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് നിന്നൂടെ? സ്നേഹമുള്ളവർ, ഈ ചോദ്യം ഇന്ന് പല സ്ഥലങ്ങളിലുണ്ട്. പല കുമ്പസാരക്കൂടുകളിലും യഥാർത്ഥമായ കുമ്പസാരങ്ങൾ നടക്കുന്നുണ്ട്. ഈശോ ചോദിക്കുക, സ്നേഹിത, നീ എന്തിനാ വന്നത്? ചുംബിച്ച് എന്നെ തള്ളിപ്പറഞ്ഞു പോയി അതേ പാപം തന്നെ പോയി ചെയ്യാനാണ്? അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെടുത്താതെ നിലനിൽക്കാനാണോ നീ എൻ്റെ അരികിലേക്ക് വരുന്നത്? സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് പറയാം, നമ്മുടെ കണ്ണുകൾ ഭാഗ്യമുള്ളതാ. ദൈവത്തെ കാണാൻ, ദൈവത്തെ തൊടാൻ, ദൈവത്തെ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച മറ്റൊരു ജനതയും ഈ ലോകത്ത് ഇനിയുണ്ടാകില്ല. അതുകൊണ്ട് നമുക്ക് നന്ദി പറയാം, ദൈവമേ, ഇത് കാണാൻ കിട്ടിയ എൻ്റെ കണ്ണുകൾ എത്ര ഭാഗ്യമുള്ളവ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തന്നെ ദൈവം ശിഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഒത്തിരി ഇഷ്ടപ്പെടുന്നു. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടും. നമ്മളെ എത്ര ഇട്ടെറിഞ്ഞു പോയാലും, നമ്മളെത്ര തള്ളി പറഞ്ഞാലും, നമ്മൾ അവന് വേണ്ട എന്ന് പറഞ്ഞ് വിധി എഴുതിയാലും അവൻ നിന്നെ വെറുക്കില്ല. കാരണം വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ. നിധിക്ക് തുല്യം അവൻ കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കൃപ നഷ്ടപ്പെട്ടു പോകുന്നത്. യൂദാസിനെ ഒത്തിരി ദൈവം ഇഷ്ടപ്പെട്ടിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മോഷ്ടിക്കുന്ന സ്വഭാവമുള്ള യൂദാസിനെ തെരഞ്ഞെടുത്ത് ദൈവം എന്നിട്ടും അവന് പണസഞ്ചി കൊടുത്തത് അവനോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്, ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവർ, നമ്മൾ തിരിച്ചറിയുക, അവൻ കാട്ടുന്ന കരുണ തിരിച്ചറിയാതെ പോകുന്നതാണ് യൂദാസിന്റെ ജീവിതത്തിൽ പരാജയമായി. ദൈവം അവനോട് കാട്ടിയ കരുണ അവൻ തിരിച്ചറിയാതെ പോയതാണ് അവന്റെ ജീവിതത്തിൽ വലിയൊരു തകർച്ചയിലേക്ക് അവൻ പോയത്. നമ്മൾ ചിന്തിക്കണം, ദൈവ കരുണ ഒത്തിരി ലഭിക്കുന്നവരാ. ഈശോ നമ്മെ സ്നേഹിക്കുന്നത് അവന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നെങ്കിലും തിരിച്ചു വരുമെന്നുള്ളൊരു ബോധ്യം ഉള്ളതുകൊണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം പറയുന്നുണ്ട്, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നു. പൗലോസ് പറയാണ്, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യും. സ്നേഹമുള്ളവരെ, നമുക്ക് എവിടെയാ തീഷ്ണത നഷ്ടപ്പെട്ടു പോകുന്നത്? കാരണം എൻ്റെ കൂടെ ഇരിക്കുന്നവനെ ഞാൻ കാണാതെ പോകുമ്പോഴാണ്. തീയിൻ്റെ ചൂട് അനുഭവിക്കുമ്പോൾ
തണുത്തിരിക്കുന്നവൻ ആ ചൂടിനോട് അടുത്ത് നിൽക്കും. കാരണം എന്താ? ആ ചൂട് അവനൊരു ആശ്വാസമാണ്. തീ പോലെയുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുന്നിൽ നീ തണുത്തുറന്നു പോയിട്ടുണ്ടെങ്കിൽ നീ അതിനോട് അടുത്തിരിക്കണം. അകന്നിരുന്നാൽ നിനക്ക് ഒരിക്കലും ആ സ്നേഹം അനുഭവിക്കാൻ പറ്റില്ല. നമുക്കറിയാം, ശിഷ്യന്മാരിൽ അവന്റെ ചൂട് അനുഭവിച്ച് കിടന്നവനാണ് യോഹന്നാൻ. കാരണം അവൻ ബലിയർപ്പിക്കുമ്പോഴും മറ്റുള്ളവർ പല കാര്യങ്ങൾ ചിന്തിക്കുക. യൂദാസിന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, അവന് തീർച്ചയായിട്ടും അവന്റെ കൈ പോക്കറ്റിലായിരിക്കും. കാരണം എന്താ? അവന് കിട്ടിയ 30 വെള്ളി നാണയം കൃത്യമാണോ എന്ന് അവൻ എണ്ണി നോക്കിയിട്ടുണ്ടാകാം. പത്രോസ് ആണെങ്കിൽ പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇവൻ പറയുന്നത് എന്താണെന്ന് ബോധ്യപ്പെടാത്ത അവസ്ഥയിൽ പലരും ചിതറി നിൽക്കുമ്പോഴും അവന്റെ ഹൃദയത്തോട് ചങ്കോട് മാറി ചേർന്ന് കിടന്ന ഒരുവനുണ്ട്. അതാണ് യോഹന്നാൻ. സ്നേഹമുള്ളവരെ, അതുപോലെ ചൂട് അനുഭവിക്കാൻ നമുക്ക് സാധിച്ചാൽ പൗലോസ്ലീഹ പറയുന്ന വചനം നമ്മിൽ എന്നും തീഷ്ണതയായിരുന്നു. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുക. ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരെ ഇന്ന് നഷ്ടപ്പെട്ടു പോകരുത്. സ്നേഹമുള്ളവരെ, കുടുംബത്തിലായാലും ജീവിതത്തിനായാലും ഏത് വ്യത്യസ്ത മേഖലയായാലും കർത്താവിന് വേണ്ടി ജ്വലിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അവിടെയാണ് ദൈവത്തിന്റെ കൃപ നമ്മിൽ വന്നു ചേരുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മനുഷ്യന്റെ തെറ്റുകൾ ഈ ലോകത്ത് ക്ഷമിക്കാൻ കഴിയുന്ന ദൈവത്തിന് മാത്രമാണ്. നീ എത്ര വലിയ തെറ്റ് ചെയ്താലും നിന്നോട് ദൈവം ക്ഷമിക്കും. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കാതെ ദൈവം ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുന്നു. തെറ്റുകൾ അവരോട് പരിഗണിക്കാതെ, ആരാണോ തെറ്റ് ചെയ്തത് അവനോട് ആ തെറ്റിന്റെ കാര്യം പറഞ്ഞ് പരിഗണിക്കാതെ ദൈവം ക്രിസ്തു വഴി, തൻ്റെ ഏക മകൻ വഴി അവരോട് രമ്യതപ്പെട്ടു. ഇതുപോലെ ചെയ്യാൻ വേറെ ആർക്കും സാധിക്കില്ല. സ്നേഹമുള്ളവരെ, അവന്റെ മനസ്സുള്ളവരും അവനോട് ചേർന്നിരിക്കുന്നവരും മാത്രമാണ് ഈ സ്നേഹം പങ്കുവയ്ക്കുന്നത്. ഒരിക്കൽ മദർ തെരേസ തൻ്റെ ജീവിത വഴികളിൽ തൻ്റെ ഈ അനാഥ ബാല്യങ്ങളെയും കൊണ്ട് നടക്കുന്ന സമയത്ത് ഒരിക്കൽ വിശന്ന് കരഞ്ഞ ഈ കുഞ്ഞിനെയും കൊണ്ട് ഒരിക്കൽ ഒരു വലിയ മുതലാളിയുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ കുഞ്ഞിനെ മാറ്റി നിർത്തിയിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തരണം. അദ്ദേഹം കാർപ്പിച്ച് അമ്മയുടെ മുഖത്തൊന്ന് തുപ്പി. അമ്മ ആ കാർപ്പിച്ച് തുപ്പിയത് മുഖത്തുനിന്ന് എടുത്തു കളഞ്ഞിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സഹോദര, എനിക്കുള്ളത് അങ്ങ് തന്നു, എന്നാൽ എൻ്റെ വിശന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കുള്ളത് ഇനിയും അങ്ങ് തന്നിട്ടില്ല. അന്നു മുതൽ ആ ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ നിന്ന് എന്നും ആദ്യത്തെ ആ പ്രോഡക്റ്റ് പോകുന്നത് ഈ അനാഥബാല്യങ്ങൾക്കാണ്. കാരണം എന്താ സ്നേഹമുള്ളവരെ? ചൂടുള്ളവനോട് ചേർന്നിരുന്നപ്പോൾ ആ തെറ്റ് ക്ഷമിക്കാൻ അമ്മയ്ക്ക് സാധിച്ചു. മദർ തെരേസ എന്ന് പറഞ്ഞ ഭാരതത്തിന്റെ തെരുവീതികളിൽ നിന്ന് കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തി വലുതാക്കി മാറ്റിയ ഒരു അമ്മയുടെ ജീവിതം ആരും ബഹുമാനിക്കുന്നു. ഏതു മതസ്ഥനും അമ്മയെ കാണുമ്പോൾ കരം കൂപ്പും. കാരണം ഞങ്ങൾക്ക് ആർക്കും സാധിക്കാത്തത് അമ്മയ്ക്ക് സാധിച്ചു. അമ്മ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, യേശുവിനെ ഞാൻ അവരിൽ കാണുന്നതുകൊണ്ട്, എൻ്റെ മുഖത്ത് തുപ്പിയവനെ ഞാൻ യേശുവിനെ കണ്ടതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. സ്നേഹമുള്ളവരെ, ഇത് ക്രിസ്തു ശിഷ്യത്വത്തിന്റെ വിലയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും തിരിച്ചറിയേണ്ടത് ഈ വില നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ നിലനിർത്തണം. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 10-ാം വാക്യം, സിംഹം ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, പാപം പാപിയെ കാത്തിരിക്കുന്നു. സിംഹം ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, പാപം പാപിയെ കാത്തിരിക്കും. നമ്മൾ തിരിച്ചറിയണം, ഒരു സിംഹം ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നത് അവന്റെ ഇരയെ നോക്കിയിട്ടാണ്. എത്ര വിശന്നാലും ഇരയെ കിട്ടാതെ അവൻ പോകില്ല. സ്നേഹമുള്ള മക്കളെ, നമ്മുടെ ഭവനത്തിലും നമ്മൾ പോകുന്ന ഏകാന്തതകളിലും നമ്മൾ പോകുന്ന വഴിത്താരകളിലും പാവം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ നിന്നോടൊപ്പം നടക്കുന്ന ക്രിസ്തുവിനെ നീ കൈവിട്ടു പോകരുത്. യൂദാസ് കൈവിട്ടു പോയത് 30 വെള്ളി നാണയത്തിന്. അവന്റെ ആദ്യ ബലിയിൽ അവന് സ്നേഹം മുഴുവൻ പങ്കുവച്ചിട്ടും അവൻ അത് ഇട്ടെറിഞ്ഞു പോയത് വെറും 30 വെള്ളി നാണയത്തിന്. ആർക്കും വിലയില്ലാത്ത ഒരു രക്തപ്പറമ്പ് മേടിക്കാൻ മാത്രം ഉതകുന്ന പണം കൊണ്ട് അവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു. 5000 പേർക്ക് അത് അവരുടെ വിശപ്പ് മാറുന്ന അത്രയും കൊടുത്തിട്ട് പോലും അത് കണ്ടു നിന്നവനാ യൂദാസ്. എന്നിട്ടും അവന്റെ കണ്ണു മഞ്ഞളിച്ചത് ഈ വചനം പറയുന്ന പോലെ സിംഹം ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. മക്കളെ, പാപം നമുക്ക് ചുറ്റും കാത്തിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സ്നേഹിതേ, സ്നേഹമുള്ള യുവാവേ, യുവതി, കുഞ്ഞെ, നീ എന്തിന് എന്നെ ഒറ്റിക്കൊടുക്കാൻ വന്നു? ഒറ്റിക്കൊടുക്കലുകൾ മാറേണ്ട കാലം നമ്മുടെ ജീവിതത്തിൽ മുന്നിൽ കടന്നു വന്നിരിക്കുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വിശ്വസ്തത വളർത്തേണ്ട കാര്യമായി, നമ്മുടെ വിശ്വസ്തതകളെ ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ പരിഗണിക്കേണ്ട സമയമായി തീർന്നിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയണം, ദൈവത്തെ കൈവിട്ടുള്ള ഒരു കാര്യത്തിനും നമ്മൾ ഇനി നിലനിൽക്കരുത്.
അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ കുമ്പസാരങ്ങൾ എപ്രകാരമുള്ളതാണ്. നല്ല കുമ്പസാരങ്ങൾ നടക്കുന്ന കുമ്പസാരക്കൂട്ടിൽ ഒരു പുരോഹിതൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കുമ്പസാരങ്ങളെല്ലാം നല്ലത്, കാരണം ആ പുരോഹിതന്റെ ഉള്ളിൽ ഒരു ദൈവ അനുഭവം ഉണ്ടാകും. പലപ്പോഴും ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, കുമ്പസാരക്കൂട്ടിലുകൾ പലപ്പോഴും വൈദികർ ഇങ്ങനെ ക്ഷീണിച്ച് തളർന്നു വരുന്നത് കാണാം. കാരണം അതിൽ പകുതി മുക്കാലും കുമ്പസാരങ്ങളും മിക്കതും കള്ളക്കുമ്പസാരങ്ങളായിരിക്കും. കാരണം ഏറ്റുപറയാൻ നമുക്ക് മടിയാണ്, ചെയ്യാനൊരു മടിയുമില്ല. സ്നേഹമുള്ളവർ തിരിച്ചറിയുക. ഈശോ ചോദിച്ചില്ലേ, സ്നേഹിത നീ എന്തിനാ വന്ന? ആ ചോദ്യത്തിൽ ഒത്തിരി ഉത്തരവും. ഒരു കുമ്പസാരക്കൂട്ടിൽ ഒരുവൻ മുട്ടുകുത്തുമ്പോൾ അവൻ എഴുന്നേൽക്കേണ്ടത് ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റതുപോലെ ആയിരിക്കണം. അല്ലെങ്കിൽ അവന്റെ എഴുന്നേൽപ്പുകളെല്ലാം ഒറ്റിക്കൊടുക്കാനാ. ഒരു മേശപ്പുറത്ത് നിന്ന് അവൻ ജീവിക്കുന്ന ശരീരം വിളമ്പി കൊടുത്തിട്ടും അവൻ പോയത് അവൻ ഒറ്റിക്കൊടുക്കാനാണ്. ഞാനും കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഒറ്റിക്കൊടുക്കാനാണ്. ഞാനും ഓരോ ബലിപീഠത്തിൽ ഇനി വരുമോ ഇല്ലയോ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നതും ഇതുപോലെ ഒറ്റിക്കൊടുക്കാനാണ്. നമുക്ക് ഹൃദയത്തിൽ ചങ്കോട് ചേർത്ത് വെച്ച് പറയാം, ദൈവമേ, ഒറ്റിക്കൊടുക്കാൻ പലപ്പോഴും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ നിന്നെ ഒറ്റിക്കൊടുക്കില്ല. നിന്നെ നേടിയെടുക്കാനായിരിക്കും ഓരോ കുമ്പസാരക്കൂട്ടിൽ നിന്നും ഞാൻ എഴുന്നേൽക്കുക. ഓരോ ബലിവേദിയിൽ നിന്നും ഞാൻ തിരിച്ചു പോകുന്നത് അനേകായിരങ്ങൾക്ക് നിന്നെ നേടിക്കൊടുക്കാനുള്ള ഒരു കൃപയായിട്ടായിരിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിൽ ഈ കൃപ നഷ്ടപ്പെട്ടു പോകുന്ന തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 27-ാം അധ്യായം 5-ാം വാക്യം പറയുന്നുണ്ട്, അത് വളർന്ന് ഒരു മരക്കൊമ്പിൽ യൂദാസിനെ കൊണ്ടെത്തിച്ചു. 2 ഭാഗങ്ങളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താം. ഒന്ന്, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 1 മുതൽ 7 വരെ. ആദ്യ മാതാപിതാക്കളുടെ മുന്നിൽ ഒരു നാട്ടപ്പെട്ട ഒരു വൃക്ഷം, അതിൽ ഇല പോലെ തൂങ്ങിക്കിടന്ന പല മൂലാദികൾ. അത് പറിച്ചു നിന്നപ്പോൾ പാപം അവരുടെ ജീവിതത്തിൽ വന്നു. എന്നാൽ പുതിയ നിയമത്തിൽ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 27:5 പറയുന്നുണ്ട്, അത് വളർന്നു വലിയൊരു മരമായി നിൽക്കുകയാണ്. ആ മരത്തിന്റെ ഇല പോലെ തൂങ്ങിക്കിടന്ന മറ്റൊരുവൻ. ദൈവം ഫലമായി കരുതിയ യൂദാസ് തൂങ്ങിക്കിടന്നത് ഒരു കയറിലാണ്. ഒരു ഫലം പറിച്ചെടുത്ത് തിന്നു. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു. മറ്റൊരു വൃക്ഷത്തിൽ ഒരുവൻ ഈ ഫലം പോലെ തൂങ്ങിക്കിടക്കുക, എന്നാൽ അതിന് ഫലമില്ല. കാരണം അത് തൂങ്ങിയത് ജീവൻ നഷ്ടപ്പെട്ടിട്ടാണ്. യൂദാസ് തൂങ്ങപ്പെട്ടത് ഒരു മരത്തിന്റെ ചില്ലയിലാണെങ്കിൽ അത് പാപത്തിന്റെ ഫലമായി മാറുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മളും തൂങ്ങപ്പെടാനുള്ളവരല്ല. ആദ്യ മാതാപിതാക്കൾ തിന്ന ഫലം പോലെ നമ്മൾ ഇനി തൂക്കപ്പെടരുത്. യൂദാസിനെ പോലെ ഒരു മരച്ചില്ലയിൽ എൻ്റെ ദുഃഖത്തിന്റെ, എൻ്റെ നിരാശയുടെ, എൻ്റെ തകർച്ചയുടെ ഇലകളായിട്ടോ അല്ലെങ്കിൽ ഫലങ്ങളായിട്ടോ ഞാൻ തൂക്കപ്പെടരുത്. ദൈവം ആഗ്രഹിക്കുന്നില്ല മക്കളെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മക്കള് മനസ്സിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, നിനക്ക് വേണ്ടി അവൻ കാത്തിരിക്കുന്നുണ്ട്. ഒരു പത്രോസിന് വേണ്ടി യേശു കാത്തിരുന്നില്ല മക്കളെ, യൂദാസിന് വേണ്ടി അവൻ കാത്തിരുന്നതാണ്. എന്നാൽ അവൻ ഒരു വൃക്ഷത്തിന്റെ ഫലമായിട്ട് മാറുന്നത് പോലെ ഇല പോലെ തൂക്കപ്പെട്ടു. ആർക്കും വേണ്ടാത്തവനായി അവൻ സ്വയം അവനെ ചിത്രീകരിച്ചു. കാരണം ഈശോ ചോദിച്ചു അവനോട്, അവൻ തെറ്റ് ചെയ്തിട്ടും അവനെ വിളിച്ചത് സ്നേഹിത എന്നാണ്. അങ്ങനെ ഒരു വിളി കേൾക്കാൻ നീ എന്നും ബലിപീഠത്തിന്റെ മുന്നിൽ വരണം. അവിടെ നിനക്ക് വേണ്ടി മുറിയപ്പെടുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ തിരിച്ചറിയുക. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം, മരുഭൂമിയിൽ പരീക്ഷണങ്ങളിൽ പരാജയപ്പെടുത്തിയ യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കിയിട്ടാണ് യാത്ര തിരിച്ച്. ഒരു ക്രിസ്തു ശിഷ്യൻ തകർന്നു വീഴുമ്പോൾ എഴുന്നേറ്റിട്ട് പറയണം, ആത്മാവെ എനിക്ക് സ്വന്തമാകണം. യേശു 40 ദിവസം ആ പരീക്ഷണ കാലഘട്ടങ്ങളിൽ പരാജയപ്പെട്ട് അല്ല തിരിച്ചു പോയത്, തിരിച്ചു വന്ന് ആത്മാവിനെ സ്വീകരിച്ചു കൊണ്ടുപോയി. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ശിഷ്യത്വത്തിന്റെ വില വേണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെ കൂടിയേ തരും. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ തരും, ഈ സഹായകൻ നിങ്ങളെ വഴി നടത്തും. സ്നേഹിതനെ പോലെ തള്ളി പറയാനല്ല ഈ ആത്മാവിനെ തരുന്നത്, അവനോട് കൂടെ നിന്ന് ഏത് പ്രതിസന്ധിയിലും അവനോടൊപ്പം നിന്ന് പടപൊരുതാൻ വേണ്ടിയിട്ട്. സ്നേഹമുള്ളവരെ, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം, പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചു കൊണ്ടുള്ള ജീവിതമാണ് ഇനിയുള്ളത്. കണ്ടോ സ്നേഹമുള്ളവരെ, പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 20-ാം വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാനല്ല ഇനി ജീവിക്കേണ്ടത്, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കേണ്ടത്. ഇപ്പോൾ മുതൽ എൻ്റെ ഐഹിക ജീവിതം, എൻ്റെ ഇപ്പോഴുള്ള എൻ്റെ ഈ ജീവിതത്തിന് പകരമായി പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എനിക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ ഞാൻ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത ഈ ബലിയർപ്പണത്തിന്റെ ജീവിതം, ഞാൻ ബലിജീവിതം ആരംഭിക്കും. സ്നേഹമുള്ളവരെ, ഇത് നമ്മൾ നഷ്ടപ്പെട്ടു പോയി. പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്.
ഈ ഒരു ബലി ജീവിതം. കർത്താവിന് വേണ്ടി എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ നമ്മുടെ മുന്നിൽ വെക്കപ്പെട്ടാലും അതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി പടപൊരുതുന്ന ഒരു ധീര പടയാളിയെ പോലെ നമുക്കും പോരാടാൻ സാധിക്കണം. അവിടെ വിശ്വാസത്തിന്റെ പരിചയം, വചനത്തിന്റെ പടവാള എന്നാണ്. അവിടെ നമുക്ക് കൃപയുണ്ട് സ്നേഹമുള്ളവരെ. ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം നിന്റെ മുന്നിൽ ആഞ്ഞടിച്ചാലും അതിനൊരു ഉത്തരമുണ്ട്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പനെ കൈവിട്ടു പോയാൽ എൻ്റെ കൈ വിതറിപ്പോ. നമുക്കറിയാം, കുട്ടികളെ കൈപിടിച്ച് നടക്കുന്ന അപ്പനമ്മമാര്, ആ കുഞ്ഞ് കൈവിട്ടു പോകുമ്പോൾ കുഞ്ഞ് വാവിട്ട് കരയും. എന്നാൽ ഈ കരച്ചിലുകൾ ഇന്ന് നഷ്ടമായിട്ട് കൈവിട്ട അപ്പന്റെ കൈ തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇനി അപ്പന്റെ കൈ പിടിച്ചിട്ട് കാര്യമില്ലെന്ന് ചിന്തിക്കുന്നതാണ് യൂദാസിന്റെ മനോഭാവം. ധൂർത്തപുത്രൻ ആ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. അവിടെ നിന്ന് എഴുന്നേറ്റ് സുബോധത്തോടെ എഴുന്നേറ്റ് ഓടിച്ചെല്ലുകയാണ്. ഈ ഒരു എഴുന്നേൽപ്പ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ബുദ്ധിയിൽ അന്ധകാരം നിറയ്ക്കാതെ സ്നേഹിച്ച സ്നേഹിതനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഈശോയുടെ സ്നേഹം നമ്മിൽ നിറയപ്പെടാൻ ഒന്നു മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത്. സ്നേഹിത നീ എന്തിനാണെന്നു വന്നത്, ഒറ്റുന്ന ചുംബനം നൽകുവാനോ? ഞാൻ നിനക്കേകിയ സ്നേഹത്തിനപ്പുറം നീ നൽകും ചുംബനം പകരമാവോ? ഞാൻ നിനക്കേകിയ എൻ ശരീരത്തിൽ നീ നൽകുന്ന ചുംബനം മതിയാകുമോ? നിൻ പാപഭാരം ചുമന്ന എനിക്കു നീ വിലയിട്ടു 30 നാണയത്താൽ. കാൽവരി കുന്നിന്റെ വിരിമാറിൽ നിനക്കായി ഞാൻ ക്ഷമയെന്ന സ്നേഹത്തിൻ ഗീതമേകി. മക്കളെ, ദൈവം നമ്മോട് ക്ഷമിച്ചിട്ടുണ്ട്. ഈ നിത്യജീവന്റെ യാത്ര സ്നേഹിക്കുന്ന ദൈവത്തെ തള്ളിപ്പറയാതിരിക്കാനാകട്ടെ. സ്നേഹിത, നീ എന്തിനാണ് വന്നത്? എന്നെ ചുംബിച്ച് നേടാനോ അല്ലെങ്കിൽ തള്ളിപ്പറയാനോ? ഹൃദയത്തിൽ കൈവച്ച് പറയാം മക്കളെ, ഈ സ്നേഹത്തിന് വേണ്ടി ഞാൻ ഇനിയുള്ള എൻ്റെ ജീവിതം, നിത്യകാലത്തേക്കുള്ള ജീവിതം ഞാൻ നിർത്തും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹം ഒറ്റിക്കൊടുക്കാത്തവരായി മാറാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.